സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ വെള്ളിയാഴ്ചത്തെ മഹാ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള പ്രമോ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് വർണ്ണനും രാധികയും സ്റ്റുഡിയോയിലെത്തുവാണ്. അങ്ങനെ പാട്ട് പാടാനൊക്കെ രാധിക അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുവാണ്. ഇതേ സമയം ഫിദയും അമൃതയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാകും കേട്ടോ. അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് കയറി പാട്ട് പാടുന്ന റെക്കോർഡിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫിദ രാധികയോട് സംസാരിക്കുവാണ്. മുളന്നുകൊണ്ട് പേടിക്കണ്ട, ധൈര്യമായിട്ട് പാടിക്കോ, അമ്മ കൂടെയുണ്ട്. അങ്ങനെ ഷാമയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒരു ധൈര്യവും കോൺഫിഡൻസും കിട്ടുവാണ്. അങ്ങനെ രാധിക സ്റ്റുഡിയോയിലേക്ക് കയറി ഭംഗിയായിട്ട് തന്നെ പാട്ട് പാടി പൂർത്തിയാക്കുവാണ് കേട്ടോ. അങ്ങനെ രാധികയുടെ പാട്ടൊക്കെ നേരിട്ട് കേട്ട് ആസ്വദിക്കുവാണ് വരുണും ഷാമയും ഒക്കെ. ഇതേ സമയം സ്റ്റുഡിയോൻ്റെ പുറത്താണെങ്കിൽ ബെഞ്ചമിൻ്റെ ആൾക്കാരും ഒക്കെ റെഡിയായി നിൽക്കുവാണ്. പുറത്തിറങ്ങുന്ന രാധികേനെയും വരുണിനെയും വഴിയിൽ വെച്ച് ബ്ലോക്ക് ചെയ്ത് രാധികയെ തൻ്റെ ഗൺ പോയിന്റിൽ നിർത്തി രാധികയ്ക്ക് നേരെ വെടിവെക്കുക. അതാണ് കേട്ടോ ബെഞ്ചമിൻ്റെ പ്ലാൻ. അങ്ങനെ റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് വരുണും രാധികയും ഫിദയോടും അമൃതയോടും ഒക്കെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. അങ്ങനെ അവരവിടെ കാറിന് പുറപ്പെടുമ്പോഴേക്കും അവരുടെ പിന്നാലെ മറ്റൊരു കാറും കൂടി ഫോളോ ചെയ്യുവാണ് കേട്ടോ. ഈ സമയം ശ്യാമക്കാണെങ്കിൽ എന്തോ ചില അസ്വസ്ഥതകൾ തോന്നുവാണ്. എന്തോ തൻ്റെ മോൾക്ക് എന്തോ ഒരു അപകടം വരാൻ പോകുന്നുണ്ട് മനസ്സ് പറയുന്നത് പോലെയൊക്കെ തോന്നുന്നു. അങ്ങനെ ശ്യാമക്കൊരു സമാധാനമില്ലാതെ അവരുടെ പിന്നാലെ ശ്യാമയും അമൃതയും കൂടി കാറെടുത്ത് പോകുന്നുണ്ട്. ഇതേ സമയം കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വരുണാണെങ്കിൽ തങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാണ് കേട്ടോ. രാധികെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. വരുൺ, ഇനി അന്ന് ആ റിസോർട്ടിൽ വെച്ച് നമ്മളെ പിന്തുടരുന്നവരായിരിക്കുമോ? നമുക്ക് പോലീസിനെ വിളിച്ചാലോ? അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ ആ വണ്ടികൾ വരുണിൻ്റെ രാധികയുടെ വണ്ടിനെ ബ്ലോക്ക് ചെയ്യുവാണ്. എന്നിട്ട് അവർ കാറിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അങ്ങനെ 5-6 ഗുണ്ടകൾ തങ്ങൾക്ക് ചുറ്റും നിൽക്കുവാണ്. ഈ സമയം വരുണാണെങ്കിൽ അവരെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മാറി ഭയപ്പെട്ട് കുറച്ചങ്ങ് നീങ്ങി നിൽക്കുവാണ് രാധിക. ഇതേ സമയം കുറച്ച് ദൂരെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് രാധികയ്ക്ക് നേരെ തോക്ക് എയിം ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ബെഞ്ചമിൻ. ഇതേ സമയം ചിലരൊക്കെ വരുണിനെ ബാക്കിലൂടെ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്നതും രാധിക അവിടെ ഇരിക്കുന്ന ഒരു തടിക്കഷ്ണം എടുത്ത് അവരെല്ലാവരും അടിക്കുന്നൊക്കെയുണ്ട്. ഈ സമയത്തായിരിക്കും കേട്ടോ ഫിദയും അമൃതയും അവിടെ എത്തുന്നത്. അങ്ങനെ അവർ ഈ കാഴ്ച കണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ്. പെട്ടെന്ന് ശ്യാമ രാധികയ്ക്ക് നേരെ ഒരാൾ തോക്ക് ചൂണ്ടി നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ടാണെന്ന് തോന്നുന്നു രാധികയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്നുണ്ട്. മോളെ മാറി നിൽക്കുക എന്നും പറഞ്ഞ് രാധികയെ തള്ളി മാറ്റുവാണ്. അതിനിടയിൽ രാധികയെ ഉന്നം വെച്ച് വെടിവെച്ച ബെഞ്ചമിൻ്റെ തോക്കിൽ നിന്നും വെടിയുണ്ട കയറി പാഴുന്നത് ശ്യാമയുടെ കയ്യിലേക്കായിരിക്കും കേട്ടോ. അങ്ങനെ വെടിയേറ്റ് ശ്യാമ അവിടെ തളർന്നു വീഴുവാണ്. ഈ കാഴ്ച കണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് വരുണും രാധികയും അമൃതയൊക്കെ. അങ്ങനെ അവരെല്ലാവരും കൂടി ശ്യാമയുടെ അരികിലേക്ക് ഓടി വരിക. ഫിദ മേഡം, എഴുന്നേക്ക്, അങ്ങനെ പറഞ്ഞ് കരഞ്ഞോട്ട് രാധിക വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ഉടനെ തന്നെ ക്ഷാമയും കോരിയെടുത്ത് അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ എത്തുവാണ് കേട്ടോ. അങ്ങനെ ICUയിലേക്ക് മാറ്റി ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ബോധം വരാതെ കിടക്കുന്ന ശ്യാമേനെയാണ് പ്രമോയിൽ കാണിക്കുന്നത്. ഇതേ സമയം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വരുണിൻ്റെ അരികിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് രാധിക. വരുൺ, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഫിദ മേഡം, ഭഗവാനെ മാഡത്തിനൊന്നും വരുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധിക അവിടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഒരമ്മയുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മഹാ എപ്പിസോഡ്. മരണത്തിൻ്റെ തൊട്ടു മുമ്പിൽ ശ്യാമ. ഈ അവസാന നിമിഷത്തിലെങ്കിലും രാധിക ശ്യാമയായിരുന്നു തൻ്റെ അമ്മ എന്ന സത്യം തിരിച്ചറിയുമോ? ഇതെല്ലാം അറിയാനായിട്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്